ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിലെത്തിച്ചു. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കട്ടിലപ്പള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടയാതെ ആചാരലംഘനം നടത്തിയെന്നും കൂട്ടുപ്രതികളോടൊപ്പം ചേർന്ന് ലാഭമുണ്ടാക്കി എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 13-ന് പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന് കണ്ടെത്തിയതോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് SIT കടന്നത്. ചോദ്യം ചെയ്യലിന് തന്ത്രി കണ്ഠരര് രാജീവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് രാവിലെ 10 മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തന്ത്രിയെ ചോദ്യം ചെയ്തത്. ഉച്ചതിരിഞ്ഞ് കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ 13-ാം പ്രതിയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയ തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നതിലും സ്വാധീനമുണ്ടാക്കിയതിലും തന്ത്രിക്ക് നിർണായക പങ്കെന്നാണ് SIT കണ്ടെത്തൽ. നിരപരാധിയാണ് തികച്ചും. ഇനി അതിൽ കൂടുതലൊന്നും പറയാൻ പ്രതികൾക്കൊപ്പം സാമ്പത്തിക ലാഭമുണ്ടാക്കി, ആചാരലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ഭരണവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകളിൽ തന്ത്രിയെ പരാമർശിക്കുന്നില്ല. ഇതാണ് അന്വേഷണം തന്ത്രിയിലേക്ക് എത്താൻ വൈകിയതിന് കാരണമായത്. സ്വർണ്ണക്കൊള്ളയിലെ 11-ാമത്തെ അറസ്റ്റാണിത്. പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആര്? തന്ത്രിയാണോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൂടുതൽ അന്വേഷണത്തിൽ ഇക്കാര്യം പുറത്തുവരും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായതോടെ കേരളം ഞെട്ടിയ സംഭവത്തിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായത്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങളടങ്ങുന്ന കട്ടിലപ്പാളികളിലെയും ശ്രീകോവിലിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണുള്ളത്. കട്ടിലപ്പാളിയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. 2025 ഒക്ടോബർ 17-ന് അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും സ്വാധീനമുണ്ടാക്കി കൊടുത്തതും തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2018 മുതൽ ഇരുവരും തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സ്വർണ്ണപ്പാളി കട്ടിലപ്പാളി കേസിൽ 2ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബുവിനെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഒക്ടോബർ 23-ന് അറസ്റ്റ് ചെയ്തു. കേസിൽ അറസ്റ്റിലാകുന്ന 2ാമത്തെയാളും ആദ്യ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമാണ് മുരാരി ബാബു. സ്വർണ്ണപ്പാളി കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെ നവംബർ 2-ന് SIT അറസ്റ്റ് ചെയ്തു. ശബരിമല ശ്രീകോവിലിലെ കട്ടിലപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം അപഹരിച്ച 2 കേസുകളിലും പ്രതിയാണ് അടൂർ സ്വദേശിയായ D സുധീഷ് കുമാർ. സ്വർണ്ണപ്പാളി കേസിൽ 7ാം പ്രതിയും കട്ടിലപ്പാളി കേസിൽ 4ാം പ്രതിയുമായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ നവംബർ 6-നും അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറുമായ N വാസുവിനെ നവംബർ 11-ന് അറസ്റ്റ് ചെയ്തത് കേസിൽ ഏറെ നിർണായകമായി. കട്ടിലപ്പാളിയിലെ സ്വർണം ചെമ്പാക്കിയ കേസിലെ 3ാം പ്രതിയാണ് N വാസു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ബാക്കി സ്വർണമുണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. കേസിൽ ഏറെ നിർണായകമായത് നവംബർ 20-ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റാണ്. കട്ടിലപ്പാളി കേസിൽ 8ാം പ്രതിയാണ് പത്മകുമാർ. ദ്വാരപാലക ശില്പപ്പാളി കേസിൽ 11ാം പ്രതിയാക്കി ഡിസംബർ 2-നും പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന S ശ്രീകുമാറിനെ ഡിസംബർ 17-നും അറസ്റ്റ് ചെയ്തു. ഡിസംബർ 19-ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ഡിസംബർ 29-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിന്റെ അറസ്റ്റിന് ശേഷമാണ് ജനുവരി 9-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റുണ്ടാകുന്നത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനടക്കം തന്ത്രി നൽകിയ അനുമതികൾ ദുരൂഹമാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് 24. ഗൾഫിലെ വാർത്തകൾ നോക്കാം. 7 പുതിയ സ്റ്റേഷനുകൾ കൂടി പ്രഖ്യാപിച്ച് UAEയുടെ ദേശീയ റെയിൽവേ ലൈനായ ഇത്തിഹാദ് റെയിൽ. 11 നഗരങ്ങളെയാണ് ഇത്തിഹാദ് റെയിൽ ബന്ധിപ്പിക്കുക. ട്രാക്കിൽ ഇറങ്ങുന്നത് 13 ട്രെയിനുകൾ. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവയാണ് എത്തിഹാദ് റെയിലിന്റെ പ്രധാന സ്റ്റേഷനുകൾ. ഇതിനു പുറമെ സില, അൽദന്ന, അൽമർഫ, സായിദ് സിറ്റി, മസീറ, അൽഫായ, അൽദദ് എന്നിവിടങ്ങളിലും ട്രെയിനുകൾ നിർത്തും. മാസങ്ങൾക്കുള്ളിൽ പദ്ധതി പ്രാവർത്തികമാകും. ആകെ 13 ട്രെയിനുകളാണ് പാസഞ്ചർ സർവീസിനുണ്ടാവുക. അതിൽ 10 എണ്ണവും നിർമ്മാണം പൂർത്തിയാക്കി രാജ്യത്തെത്തിച്ചു കഴിഞ്ഞു. ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഗതാഗത കുരുക്ക് നീക്കാൻ ഇത്തിഹാദ് സർവീസ് പ്രധാന പങ്ക് വഹിക്കും. പ്രതിവർഷം ഏകദേശം 1 കോടി യാത്രക്കാരെയാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. ആകെ 400 സീറ്റുകളാകും ട്രെയിനിലുണ്ടാവുക. വിമാനയാത്രയ്ക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
ബിസിനസ് ക്ലാസ്സിൽ 16ഉം എക്കണോമിക് ക്ലാസ്സിൽ 56ഉം സീറ്റുകൾ ഉണ്ടാകും. അത്യാധുനിക ഇന്റീരിയർ സൗകര്യം, വൈഫൈ, ചാർജിംഗ് പ്ലഗുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്. സൗദി അറേബ്യയുടെ വാണിജ്യ മേഖലയിൽ റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ വർഷത്തിന്റെ അവസാന പാദത്തിൽ മാത്രം മന്ത്രാലയം അനുവദിച്ചത് 1,00,000-ലധികം പുതിയ ബിസിനസ് ലൈസൻസുകൾ. വിഷൻ 2030ന്റെ ഭാഗമായുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തെ ബിസിനസ് സൗഹൃദമാക്കുന്നതിന്റെ തെളിവാണ് പുതിയ റിപ്പോർട്ട്. സൗദി വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 1,23,000 പുതിയ വാണിജ്യ രജിസ്ട്രേഷനുകളാണ് അനുവദിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ ബിസിനസ് രജിസ്ട്രേഷനുകളുടെ എണ്ണം 18.6 ലക്ഷം കടന്നു. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ 20% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 12 ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഇതിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളുടെ വളർച്ച ശ്രദ്ധേയമാണ്. 183% വർധനവോടെ ഇത്തരം കമ്പനികളുടെ എണ്ണം 5,71,000 കടന്നു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ എണ്ണത്തിലും 50% വർധനവുണ്ട്. പരമ്പരാഗത ബിസിനസ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ വലിയ നിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രോണിക് ഗെയിമുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ, ഇ കൊമേഴ്സ്, ആരോഗ്യപരിപാലന മേഖല എന്നിവയിലും പുതിയ സംരംഭങ്ങൾ വലിയ തോതിൽ ആരംഭിക്കുന്നുണ്ട്. സൗദി വിഷൻ 2030 ലക്ഷ്യമിടുന്ന സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് ഈ വളർച്ച വലിയ കരുത്ത് പകരുമെന്നാണ് വിലയിരുത്തൽ. ജലീൽ കണമകലം, 24 ജിദ്ദ. ദുബായിൽ റോബോ ടാക്സികൾ ആദ്യമോടുക 65 ഇടങ്ങളിൽ. ജുമൈറയ്ക്കും ഉമ്മുൽ സുഖൈമിനും ഇടയിലുള്ള സ്ഥലങ്ങളിലാകും റോബോ ടാക്സികൾ ആദ്യമെത്തുക. പരീക്ഷണയോട്ടം കഴിഞ്ഞ ഡ്രൈവറില്ലാ ടാക്സികൾ ഉടൻ നിരത്തിലെത്തിക്കാനാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ 65 ഇടങ്ങളിൽ റോബോ ടാക്സികൾ ഓടുമെന്നാണ് ദുബായ് റോഡ് ടാക്സി അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ജുമൈറയ്ക്കും സുഖീമിനും ഇടയിൽ 2 സോണുകളായി തിരിച്ചാണ് പ്രവർത്തനം. ആദ്യ സോണിൽ 17ഉം രണ്ടാം സോണിൽ 48ഉം ടാക്സികൾ ഓടും. RTA, വി റൈഡ്, ഊബർ എന്നിവയുമായി സഹകരിച്ചാണ് സർവീസ് നടത്തുക. ഈ ആപ്ലിക്കേഷനുകൾ വഴി ഓൺലൈനായി ബുക്ക് ചെയ്ത് റോബോ ടാക്സിയിൽ കയറാം. 2030 ആകുമ്പോഴേക്കും ദുബായിലെ മൊത്തം യാത്രകളിൽ 24% സ്വയം ഓടുന്ന ഗതാഗതമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് റോബോ ടാക്സി പദ്ധതി. പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചുനാളുകളായി റോബോ ടാക്സി സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ ടാക്സിയിൽ ഡ്രൈവറെ കൂടി ഇരുത്തിയാണ് സർവീസ്. അബുദാബിയിലും റോബോ ടാക്സിക്കായുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. UAEയുടെ ദേശീയ കമ്പനിയായ ലുമോ ആണ് ആഡംബര സെൽഫ് ഡ്രൈവിംഗ് റോബോ ടാക്സികൾ പുറത്തിറക്കുക. ഇതിനായി മെഴ്സഡസ് ബെൻസുമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വൈദഗ്ധ്യമുള്ള മൊമന്റയുമായും ലുമോ കൈകോർത്തിട്ടുണ്ട്. 24 ദുബായ്. ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ദോഹ അൽ മദ്രസ അൽ ഇസ്ലാമിയ വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. അറബി ഭാഷയുടെ പ്രാധാന്യവും ചരിത്രവും സാംസ്കാരിക മൂല്യവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അറബി പദപ്രശ്നം, നിഘണ്ടു നിർമ്മാണം, ഗാനം, പ്രസംഗം, കവിതാപാരായണം, കാലിഗ്രഫി തുടങ്ങി വ്യത്യസ്ത മത്സര ഇനങ്ങളിലായി 100-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികളെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും അനുമോദിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി. കൊല്ലപ്പെട്ടവരിൽ 8 കുട്ടികളും ഉൾപ്പെടുന്നു. ഇറാന്റെ 31 പ്രവിശ്യകളിലെ 100-ലേറെ നഗരങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു. ഇറാനിൽ അമേരിക്ക പടയൊരുക്കത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ ഇന്നലെ മുതൽ ഇന്റർനെറ്റ്, ഫോൺ സേവനങ്ങൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. ടാബ്രിസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി അധികാരം ഒഴിയണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. ഇസ്ലാമിക ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് ഇറാന്റെ മുൻ കിരീടാവകാശി റേസ പഹ്ലവി ആഹ്വാനം ചെയ്തു. 1979 ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് പിതാവ് അധികാരഭ്രഷ്ടനാക്കപ്പെട്ട ശേഷം റേസ പഹ്ലവി USA-യിലാണ്. പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമണത്തിന് അമേരിക്ക പദ്ധതിയിടുന്നുവെന്നും ഇതിന്റെ ഭാഗമായി ബ്രിട്ടനിലെ വ്യോമത്താവളങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ റേസ പഹ്ലവിയെ അധികാരത്തിലെത്തിക്കുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാനിൽ പണപ്പെരുപ്പവും കറൻസി തകർച്ചയുമാണ് സർക്കാർ വിരുദ്ധ കലാപങ്ങൾക്കിടയാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.
സുന്നി ഐക്യത്തിന് മധ്യസ്ഥത വഹിക്കാൻ രാഷ്ട്രീയ പാർട്ടി വേണ്ടെന്ന സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ 24-നോട് സുന്നി ഐക്യത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. 100ാം വാർഷികം ഒരുമിച്ച് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഞങ്ങൾ പുനഃസംഘടിപ്പിച്ച അന്ന് തൊട്ട് ഞങ്ങളുടെ സമാദരണീയ നേതൃത്വം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് പറയുന്ന ഒന്നാണ്, ഐക്യത്തിൻ്റെ കവാടങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ടതാണ്. അതിനുവേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്. പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് പണ്ഡിതന്മാരെക്കാൾ അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ പൂർവികർ, പണ്ഡിത നേതൃത്വം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ്. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അവർക്കാരോടെങ്കിലൊക്കെ വിധേയത്വമോ അല്ലെങ്കിൽ വിരോധമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒരു മധ്യവർത്തിക്ക് ആദ്യമായി വേണ്ടത് പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ടീമാവുക എന്നതാണ്. ഈ 100ാം വാർഷികം ഒന്നിച്ച് നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയണിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി റീബൂട്ട് ദി എർത്ത് ഇ വേസ്റ്റ് അവയർനെസ് ആൻഡ് കളക്ഷൻ ഡ്രൈവ് പരിപാടി സംഘടിപ്പിച്ചു. സീഷോർ റീസൈക്ലിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയുടെ പിന്തുണയോടെ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ബുക്കൈർ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ഈ മാലിന്യങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചും ശരിയായ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം നൽകി. പരിസ്ഥിതി സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള അവബോധ സെഷനിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു അബ്ദുൾ റഷീദ്, ഫോക്കസ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ദിൽബ മിദ്ലാജ്, സീഷോർ ബിസിനസ് എക്സിക്യൂട്ടീവ് സാറ ഖാൻ എന്നിവർ സംസാരിച്ചു. അമേരിക്കൻ പ്രവാസി ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ലീഗ് സിറ്റി മലയാളം സമാജത്തിന്റെ 10ാം വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ശിവ് നരേൻ ചന്ദർപോൾ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ഭക്ഷണമേളയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. അമേരിക്കയിലെ ടെക്സാസിൽ പ്രവാസി മലയാളി ചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിച്ചുകൊണ്ട് ലീഗ് സിറ്റി മലയാളി സമാജത്തിന്റെ 10ാം വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണു. വിന്റർ ബെസ്റ്റ് 2025 എന്ന് പേരിട്ട ആഘോഷ പരിപാടിയിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ശിവ് നരേൻ ചന്ദർപോൾ മുഖ്യാതിഥിയായി. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ഭക്ഷണമേളയും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വെബ്സ്റ്ററിലെ ഹെറിറ്റേജ് പാർക്ക് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഗ്രൗണ്ടിൽ നടന്ന വിന്റർ ബെസ്റ്റ് 2025 ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി സംഗമങ്ങളിൽ ഒന്നായാണ് ലീഗ് സിറ്റി മലയാളി സമാജം തങ്ങളുടെ 10ാം വാർഷികം ആഘോഷിച്ചത്. പത്മശ്രീ ഷൈനി വിൽസൺ, അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ, പ്രമുഖ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം എന്നിവർ വിശിഷ്ടാതിഥികളായി. ആഘോഷങ്ങളുടെ ഹൈലൈറ്റ് രുചിഭേദങ്ങളുടെ തട്ടുകട തെരുവായിരുന്നു. പ്രസിഡന്റ് ബിനീഷ് ജോസഫ്, സെക്രട്ടറി ഡോക്ടർ രാജ്കുമാർ മേനോൻ, വൈസ് പ്രസിഡന്റുമാരായ ലിഷ ടെൽസൺ, സോജൻ ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. This is Mithu Mamatson signing off from Mexico 24 USA. ദോഹയിലെത്തിയ പ്രതിപക്ഷ നേതാവ് BD സതീശന് ഇൻകാസ് പ്രവർത്തകർ ഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വീകരണം നൽകി. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് പുറായിൽ, ജനറൽ സെക്രട്ടറി KB ബോബൻ, ട്രഷറർ ജിസ് ജോസഫ്, ഉപദേശക സമിതി ചെയർമാൻ സമീർ ഏറാമല, രക്ഷാധികാരികളായ ജോപ്പച്ചൻ തെക്കേക്കുറ്റ്, ജോൺ ഗിൽബർട്ട്, ISE സെക്രട്ടറി ബഷീർ തുവാരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദിക്ക് കീഴിൽ സൗദിയിലെ അസീറിൽ സംഘടിപ്പിച്ച പ്രവാസി സാഹിത്യോത്സവ് സമാപിച്ചു. മമ്മൂദ് സഖാഫി മാവൂർ ഉദ്ഘാടനം ചെയ്തു. വേരിറങ്ങിയ വിത്തുകൾ എന്ന പ്രമേയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ നൂ അബ്ദുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മഹാരാഷ്ട്രയിലെ അംബർനാഥ് മുനിസിപ്പൽ കൌൺസിലിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസ് അംഗങ്ങളെ പാളയത്തിലെത്തിച്ച് BJP. കോൺഗ്രസ് അംഗങ്ങളെ ഒപ്പം കൂട്ടിയാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തെ BJP തോൽപ്പിച്ചത്. BJPയുമായി കോൺഗ്രസ് കൌൺസിലർമാർ സഖ്യമുണ്ടാക്കിയത് വൻ വിവാദമായതോടെ പാർട്ടി ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് അംബർനാഥ് അടക്കമുള്ള മുനിസിപ്പൽ കൌൺസിലുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാന തലത്തിലെ സഖ്യം നോക്കാതെ പലയിടത്തും പാർട്ടികൾ പ്രാദേശിക തലത്തിൽ പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ അംബർനാഥിൽ ഭരണം പിടിക്കാൻ BJPയും കോൺഗ്രസും സഖ്യമുണ്ടാക്കിയത് ദേശീയ തലത്തിൽ വരെ ചർച്ചയായി. ജയിച്ചു വന്ന കൗൺസിലർമാർ പാർട്ടിയെ വഞ്ചിച്ചതാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം 12 കൗൺസിലർമാരെയും സസ്പെൻഡ് ചെയ്തു. ഇവരാണിപ്പോൾ BJPയിൽ ചേർന്നത്. സംസ്ഥാന തലത്തിലെ പങ്കാളികളായ ശിവസേന ഷിൻഡെ വിഭാഗത്തെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കാനായിരുന്നു BJPയുടെ ഈ തന്ത്രം. കോൺഗ്രസിന് പിന്നാലെ ഈ പ്രാദേശിക സഖ്യത്തെ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസും തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് ചെയ്തതുപോലെ മറ്റു നടപടിയൊന്നും എടുത്തില്ല.
മഹാരാഷ്ട്രയിലെ അക്കോളയിൽ മജ്ലിസ് പാർട്ടി ടിക്കറ്റിൽ ജയിച്ചവരെ ഒപ്പം കൂട്ടിയും BJP സഖ്യമുണ്ടാക്കിയിരുന്നു. ഈ നീക്കത്തെയും സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഇതുവരെ BJPയുടെ ഭാഗത്ത് നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. സ്വന്തം ശക്തി കേന്ദ്രത്തിൽ ഉണ്ടായ തിരിച്ചടിയിൽ BJPക്കെതിരെ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ അതൃപ്തി പുകയുകയാണ്. 24 മുംബൈ. ക്യാൻസർ ബാധിതയായ 2 വയസ്സുകാരിക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വയനാട് കമ്പളക്കാട് സ്വദേശി ആയിഷ ഫിൽസയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 10 ലക്ഷത്തിന്റെ ചെക്ക് ലുലു പ്രതിനിധികൾ കുടുംബത്തിന് കൈമാറി. 2.5 വയസ്സുകാരിയായ ആയിഷ ഫിൽസയുടെ മജ്ജ മാറ്റിവെക്കാൻ ചികിത്സയ്ക്കായി 60 ലക്ഷം രൂപ ആവശ്യമാണെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥന കണ്ടാണ് MA യൂസഫ് അലിയുടെ അടിയന്തര ഇടപെടൽ. കയ്യിലുള്ള പണമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി ചിലവാക്കിയതോടെ കുടുംബം വലിയ കടക്കണിയിലായിരുന്നു. കുട്ടിക്ക് സഹായം നൽകാൻ MA യൂസഫ് അലി ഉടനടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ പിതാവ് മുഹമ്മദ് മുസ്തഫ ഫൈസിയെ നേരിൽ കണ്ടാണ് MA യൂസഫ് അലിയുടെ പ്രതിനിധികളായ ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജും കോഴിക്കോട് ലുലു റീജിയണൽ ഡയറക്ടർ ഷെരീഫ് മാട്ടിലും 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. യൂസഫ് അലിയുടെ സഹായത്തിന് പിതാവ് നന്ദി രേഖപ്പെടുത്തി. ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുദ്ര കാഴ്ചവെച്ച മഹാമനുഷി ആ വാർത്ത അതറിയുകയും അദ്ദേഹം 10 ലക്ഷം രൂപ എന്നെ സഹായിക്കുകയും ചെയ്തു. വിവരണാതീതമായ ആ നന്ദിയും ആ കടപ്പാടും അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24. പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.